ഷൊർണൂർ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ പ്രശസ്ത അഭിഭാഷകൻ PA ആളൂർ അന്തരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആളൂർ അല്ലേ, ക്രിമിനൽ ആളൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മുന്നിൽ വരുന്ന സൗമ്യ വധക്കേസിലെ ഗോവിന്ദചാമിയെ രക്ഷിച്ച ഒരു വ്യക്തി. ആ ഒരു ഇതാണ് നമുക്ക് എപ്പോഴും ആളൂർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആളൂർ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരിലാണെങ്കിലും സൗമ്യ എല്ലാവരും ഏറ്റെടുത്തൊരു ഇതായിരുന്നു സൗമ്യ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തൂക്കുകയർ കെട്ടേണ്ടത് വെറും ജീവപര്യന്തമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ പല ക്രിമിനൽ കേസുകളും ഇതുപോലെ പുള്ളിക്കാരൻ ആളൂർ ഇടപെട്ടിട്ട് പലതും അത് ഇതാക്കിയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തൂക്കി കൊല്ലേണ്ടതും അതുപോലെ ഇങ്ങനെയുള്ള പല ക്രിമിനൽസിനെയും പുള്ളിക്കാരൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും അധികം നമ്മൾക്ക് ആളൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സൗമ്യ ആണ് പെട്ടെന്ന് നമുക്ക് കൺമുന്നിൽ വരുന്നത്. അതുപോലെ തന്നെ സൗമ്യയുടെ അമ്മ ഈ ഒരു ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ഇത് തന്നെയാണ് ഈ ആളൂർ എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് ആ ഗോവിന്ദചാമി രക്ഷിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വെറുപ്പും ദേഷ്യമാണ് അയാളോട് തോന്നിയത്. എന്താ ചോദിച്ചാൽ സൗമ്യ അത്രയും ക്രൂരമായിട്ടാണ് ഗോവിന്ദചാമി കൊന്നത്. ഞാനും 2 പെൺമക്കളെ വളർത്തുന്നതാണ്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ മക്കളുടെ മുഖമാണ് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ അവരും യാത്ര ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇനിയൊരു സൗമ്യം ഉണ്ടാവാതിരിക്കട്ടെ, ഇനിയൊരു ആരും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവന്മാരെ ഇങ്ങനെയുള്ള ക്രിമിനൽസിലേക്ക് രക്ഷിക്കാൻ പുറകിൽ ഇത്രയും വലിയ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വീണ്ടും അവർക്ക് ഇത് കൂടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. നിരവധി വിവാദ ക്രിമിനൽ കേസുകളിൽ പ്രതിപക്ഷ വക്കീലായി ശ്രദ്ധേയനായ ആളൂരിന്റെ മരണവാർത്തയിൽ സൗമ്യയുടെ മാതാവ് സുമതിയുടെ പ്രതികരണത്തിൽ എൻ്റെ മോളുടെ കേസിൻ്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആൾ വാദിക്കാൻ വന്നു. ആൾ വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീൽ, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീൽ തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പറഞ്ഞിട്ട് ഞാനത് വാക്കുകൾ കേട്ടില്ലേ, എത്ര വിഷമത്തോടു കൂടിയാണ് ആ അമ്മ പറയുന്നത്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമുക്ക് കേൾക്കുന്ന നമുക്ക് തന്നെ സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് മറക്കാനോ ഇതാവാനോ കഴിയില്ല. അപ്പോൾ ആ അമ്മയുടെ ആ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരിക്കലും ആ മോളെ മറക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ല. അപ്പോൾ ആ മോളുടെ ഘാതകനെ രക്ഷിച്ച ആ ഒരു വക്കീലിനോട് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ആ ഒരു ദേഷ്യം ഉണ്ടാകും. അത് തന്നെയാണ് സൗമ്യയുടെ അമ്മയ്ക്ക് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ആ അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടി. ഇനി എന്തായാലും ഗോവിന്ദചാമിയുടെ മരണം കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും അത്രയ്ക്ക് മാത്രം ആ അമ്മ വേദനിക്കുന്നുണ്ട്. ആ ഒരു മകളെ വളർത്തിക്കഴിഞ്ഞ് ആ മകൾ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും അതൊരു വേദന തന്നെയാണ്. അപ്പോൾ ഒരു അമ്മമാർക്കും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ ഒരു കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കമൻറ്റാണ്. ആരും അമ്മയെ അല്ലെങ്കിൽ ആളൂരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ആ ഒരു കമൻറ്റ് കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ചു തരാം.
കമൻറ്റ് ഇങ്ങനെയാണ്, അയാൾ മരിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അമ്മേ, ഇനി ഗോവിന്ദ് ചാമിയും ഉണ്ട്, അവൻ നരകിച്ച് ചാവണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സൗമ്യയുടെ മരണവാർത്ത. ഞാൻ 10th പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടത്. അന്ന് അത് ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. എനിക്ക് പേടിയായി. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്ത് കണ്ണ് നിറഞ്ഞു. ഞാൻ പത്രം മടക്കി ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ പിച്ചു ചീന്തിയവന് ഒരു ശിക്ഷയും കിട്ടിയില്ല. അന്നു മുതൽ ഞാനും ആഗ്രഹിച്ചതാണ് ഇത്. വളരെ സന്തോഷമായി. അയാൾ നരകിച്ചായിരുന്നു മരിച്ചതെന്നുള്ള ഒരു രീതിയിൽ ഒരു കമൻറ്റ്. പിന്നെ ഒരു കമൻറ്റ് എങ്ങനെയാണ്, എനിക്കും ഒരുപാട് സന്തോഷം അമ്മേ, അയാളെ മരണം കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തത് പ്രിയപ്പെട്ട സഹോദരി സൗമ്യയുടെ ഓർമ്മകളാണ്. ആ മോൾക്ക് കണ്ണീർ പ്രണാമം എന്ന്. ഒരു മനുഷ്യൻ മരിച്ച വാർത്ത അറിഞ്ഞ് ആദ്യമായി സന്തോഷം തോന്നിയത് ആളൂരിൻ്റെ മരണ വാർത്ത കേട്ടപ്പോഴാണ്. വേറൊരു കമൻറ്റ്, സത്യത്തിൽ അയാളുടെ പ്രതാപത്തിനും പ്രശസ്തിയും എന്തായിരുന്നു, ഒരു നേര്, എത്രയോ മനുഷ്യർ ആഗ്രഹിച്ച വാർത്ത എന്ന് പറയുന്നുണ്ട്. വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, അമ്മയ്ക്കൊപ്പം കേരള ജനത ഒന്നാകെ സന്തോഷിക്കുന്നു. താമസിയാതെ അവനും ഇതുപോലെ കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കുന്ന വാർത്ത കേൾക്കാൻ ഇടവരുത്തട്ടെ, ഞങ്ങളും സന്തോഷിക്കുന്നു എന്നുള്ള തരത്തിൽ കുറേ കമൻറ്റുകളുണ്ട്. അമ്മയ്ക്ക് ഇനിയും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരട്ടെ, ഒരുപാട് സങ്കടം ഉള്ളിൽ അടക്കിയ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, ഒരു മരണം കേട്ടപ്പോൾ സന്തോഷം തോന്നിയ വാർത്ത എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്, സൗമ്യയുടെ അമ്മ കരയരുത്, എല്ലാം കാലത്തിൻ്റെ കാവ്യനീതി. സൗമ്യയുടെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സൗമ്യ ജോലി ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ എന്ന സ്ഥാപനത്തിൽ ഞാൻ കുറച്ച് മാസങ്ങൾ ജോലി ചെയ്തു. അപ്പോഴാണ് സൗമ്യ അവിടെ ജോലി ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ദൈവം കൂടെയുണ്ട്, ഞങ്ങളെ പോലെയുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദന മറ്റുള്ളവരെക്കാൾ എനിക്ക് മനസ്സിലാവും എന്നൊരു കമൻ്റ് ഉണ്ട്. അമ്മയെ വളരെ സന്തോഷം, ഉടനെ തന്നെ അവൻ്റെ മരണവും അമ്മയ്ക്ക് കേൾക്കാൻ കഴിയട്ടെ, ഞങ്ങളും കാത്തിരിക്കുന്നു. അമ്മ സമാധാനമായി ഇരിക്കൂ. ആ അമ്മയുടെ വേദന അതാണ് നമ്മൾ കണ്ടത്. ഞാനും സന്തോഷിക്കുന്നു. സത്യം, ഒരാളുടെ മരണം കേട്ടിട്ട് സന്തോഷം, ജീവിതത്തിൽ ഇത് ആദ്യം. കാലത്തിൻ്റെ കർമ്മ നീതി അല്ലാതെ എന്ത് പറയാനെന്ന് പറയുന്നുണ്ട്. അമ്മയെ ഞങ്ങളും ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട്. വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, നിങ്ങൾ മാത്രമല്ല മറ്റു പലരും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. ഈ വാർത്ത പലരെയും സന്തോഷിപ്പിച്ചിരിക്കും. അങ്ങനെ ഒരു കമൻറ്റ്. ഞാനും സന്തോഷിക്കുന്നു. ഒരുപാട് പേരുടെ കണ്ണുനീരും പ്രാക്കും ഈ മനുഷ്യനിൽ ഉണ്ട്. സത്യസന്ധമായ വാദം, പണത്തിന് വേണ്ടി ആർത്തി എന്ന് പറയുന്നുണ്ട്. ഒരമ്മയുടെ വേദന അതൊരു ശാപമാണ്, അത് അനുഭവിക്കും. സത്യം പറഞ്ഞാൽ അയാൾ ചത്തപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. ആദ്യമായി ഒരു മനുഷ്യൻ എന്ന് പറയില്ല, അത് മനുഷ്യനല്ല, ചത്തെന്നു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ഒരു ആളൂർ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട്. അമ്മ കരയരുത് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളുണ്ട്. അമ്മ കരയരുത്, എല്ലാറ്റിനും എണ്ണി പകരം ചോദിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. കാത്തിരിക്കാം അമ്മയെ നമുക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അങ്ങനെ പല ഇതും അമ്മയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഇതുണ്ട്. എന്തായാലും ആ അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ആ ഗോവിന്ദ് ചാമിയും കൂടെ മരിച്ചിട്ട് ആ അമ്മയ്ക്ക് നീതി ഉണ്ടാവട്ടെ. അമ്മയ്ക്ക് സങ്കടം ഇല്ലാതെ ഇനി എന്താ പറയുക, ആ മോളാണ് നഷ്ടപ്പെട്ടത്, ഒരിക്കലും സങ്കടം ഇല്ലാതിരിക്കില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പ്രസവിച്ച മകൾ ഇത്രയും വളർത്തി വലുതാക്കി അങ്ങനെ അതും ഇങ്ങനെ പിച്ച് ചീന്തി മരിക്കേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്കും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്തായാലും ആ അമ്മയ്ക്ക് എല്ലാം സഹിക്കാനുള്ള ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒരാളുടെ മരണം കൊണ്ട് കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ആളൂരുടെ മരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഇത് കേസ് വാദിക്കുക എന്നുള്ളതൊക്കെ. എങ്കിലും നമ്മൾ ആ ഒരു ഡ്യൂട്ടിക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. നമുക്കും നാളെ ഒരു മരണം ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ആ ഒരു രീതിയിലാണെങ്കിൽ ഒരു പെൺകുട്ടി പിച്ച് നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചെങ്കിൽ അയാൾ ആ ഒരു കേസ് ഏറ്റെടുക്കില്ലായിരുന്നു. ഇന്ന് ഗോവിന്ദ് ചാമി കൊലക്കയറിന് അർഹമാകേണ്ട ആ ഒരു വ്യക്തി ഇന്ന് ജയിലിലെ ഭക്ഷണവും കഴിച്ച് തടിച്ചു ഉരുണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കില്ലായിരുന്നു. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ജയിൽവാസം സുഖവാസമാണെന്ന് തന്നെ പറയാം. ആ ഒരു രീതി ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ആ അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ, ഇനിയും നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സൗമ്യയുടെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.